ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പച്ചരി ഉണ്ടോ എങ്കിൽ ഇതിങ്ങനെ ഒന്ന് ഒരു വട്ടം ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യണേ. അപ്പോഴാണ് ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്കായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ ഒരു ഐറ്റം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ബെല്ലം ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 ബെല്ലമാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ മെൽറ്റാക്കി എടുത്തതിന് ശേഷം നമുക്കൊന്ന് അരിച്ച് മാറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ പച്ചരി. 4 മണിക്കൂർ കുതിർത്തി എടുത്തതിന് ശേഷം നല്ലപോലെ കഴുകി വാര വെച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 ഗ്ലാസ് പച്ചരിക്കുള്ള അളവുകളാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത്, എത്ര ക്വാണ്ടിറ്റിയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള അളവുകൾ എടുക്കാവുന്നതാണ്. പച്ചരി നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തേങ്ങ ചേർത്ത് കൊടുത്താൽ ഈ ഒരു ഐറ്റം നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം കൂടി പോകരുത്, എന്നാൽ ഇത് നല്ലപോലെ ബ്ലെൻഡായി കിട്ടുകയും വേണം. അപ്പോൾ 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് 2 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടേബിൾ സ്പൂൺ അളവിൽ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല ഫൈൻ പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ നല്ല ഫൈൻ പേസ്റ്റാക്കി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിതൊരു ബൗളിലേക്കായിട്ട് മാറ്റി കൊടുക്കാം. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അടിപൊളി സ്നാക്കാണ്. ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ എന്തായാലും കഴിക്കും കേട്ടോ. അപ്പം നമുക്കിനി അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് തേങ്ങയാണ് കേട്ടോ. തേങ്ങയും അതുപോലെ തന്നെ ചെറിയുള്ളിയാണ്. അപ്പോൾ അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പാൻ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. നെയ്യ് നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങ മൂത്തൊന്ന് പകുതി ആയതിന് ശേഷം അതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്കായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളിയുടെ ഫ്ലേവർ ഈ നെയ്യിൽ നല്ലപോലെ പിടിച്ച് കിട്ടണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ചെറിയുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് രണ്ടും ഒപ്പം ഇട്ട് കൊടുക്കരുത് കേട്ടോ. ആദ്യം തേങ്ങ ഒന്ന് മൂത്ത് പകുതിയാവുന്ന സമയത്ത് ചെറിയുള്ളി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് രണ്ടും ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിൽ നിന്നും കുറച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഒരു ബാലൻസ് നമുക്ക് ആ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണേ. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഉരുക്കാൻ വെച്ചിട്ടുള്ള ബെല്ലം നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചൂട്ടോട് കൂടി തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കല്ലും മണ്ണും ഇല്ലാതിരിക്കാൻ ബെല്ലം പ്രത്യേകം അരിച്ചിട്ട് വേണം കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു മധുരം ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് ചുട്ടെടുത്താൽ മതിയാകും. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാത്രം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ബാറ്റർ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം കുഴിയുള്ള ചട്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമുക്ക് ആ ഒരു ബാറ്റർ ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം ചട്ടി നല്ലപോലെ ചൂടായിരിക്കണം കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിൽ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആരെടുത്തിട്ടുള്ള അപ്പം റെഡി ആയി കിട്ടും. നമ്മൾ പഴയ കാലങ്ങളിൽ ഉണ്ടാക്കുന്ന കുക്കർ അപ്പമാണ് കേട്ടോ അത് ഞാൻ ചട്ടിയിൽ ഒഴിച്ചു എന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആരെടുത്തിട്ടുള്ള കുക്കർ അപ്പമാണ് കേട്ടോ അത്. ബാക്കി ബാലൻസ് ഉണ്ടായിരുന്ന മാവ് ഞാൻ ഒരു പരന്ന പാനിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. പാൻ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം അതിൽ വെറുതെ ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കണം കേട്ടോ. എന്നിട്ടാണ് ആ ഒരു ബാറ്ററി ഇട്ട് ഒഴിച്ചു കൊടുത്തത്. നമുക്ക് പെട്ടെന്നൊരു സ്നാക്ക് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യണേ. അപ്പോഴാണ് ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്കായിട്ട് വരുള്ളൂ. താങ്ക്